മെയ് 4 വോട്ടെണ്ണൽ ദിനത്തിലേക്ക് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് അതീവ ഗൗരവമായ നിരീക്ഷണങ്ങളാണ്. UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന ശുഭപ്രതീക്ഷകൾക്കിടയിൽ കോൺഗ്രസിനെ തകർക്കാൻ CPM നടത്തുന്ന ഗൂഢാലോചനകളെ തുറന്നുകാട്ടുകയാണ് മുതിർന്ന നേതാക്കൾ മാത്യു കുഴൽനാടൻ MLA-യും PV അൻവറും. അവർ പങ്കുവെച്ച പുതിയ വിശകലനങ്ങൾ വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ കൃത്യമായ സൂചനകളാണ് നൽകുന്നത്. കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ വെറും CPM അജണ്ട മാത്രമാണെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയം മറച്ചുവെക്കാനും UDF-ന്റെ വിജയ ശോഭ കെടുത്താനും വേണ്ടി ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡിലുകൾ ബോധപൂർവം പടച്ചുവിടുന്ന കഥകളാണ് ഇത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തങ്ങൾ പുറത്താകുമെന്ന് ഉറപ്പായ CPM അവസാന അടവെന്ന നിലയിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ എല്ലാം അതിജീവിച്ച് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ അവരുടെ തനിനിറം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു മന്ത്രി തന്നെ മൊഴി മാറ്റി പറഞ്ഞതും 2019 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണം ഉദ്യോഗസ്ഥർ ബിജു പ്രഭാകരന്റെ വെളിപ്പെടുത്തലിലൂടെ ശരിവെക്കപ്പെട്ടതും സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. വടകരയിൽ പ്രസവിച്ചു കിടന്ന സ്ത്രീയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇപ്പോഴും ജനങ്ങളെ ഭയപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. ഈ ഇടത് ബാധ കേരളത്തിന്റെ ഭരണയന്ത്രത്തിൽ നിന്ന് ഇറക്കി വിടാൻ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. മറുഭാഗത്ത് PV അൻവർ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. UDF 89 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് അൻവറിന്റെ പ്രവചനം. മലബാറിൽ ശക്തമായ ഒരു ആന്റി പിണറായി തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും UDF തൂത്തുവാരുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് പോലും ഇത്തവണ ഭൂരിപക്ഷം കുത്തനെ കുറയും. പിണറായി പരാജയപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന അൻവറിന്റെ വാക്കുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ അടയാളമാണ്. ബേപ്പൂരിൽ PV അൻവറും മലമ്പുഴയിലെ സുരേഷും വിജയിക്കുമെന്ന സർവേ ഫലങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകൾ തകരുന്നതിന്റെ തെളിവാണ്. മധ്യ കേരളത്തിൽ 21 സീറ്റും തെക്കൻ കേരളത്തിൽ 25 സീറ്റും UDF-ന് ലഭിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവരാനിരുന്ന ദേശീയ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും ഈ ഭരണത്തിന് അടിവരയിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ, അഴിമതിയിലും ദാസ്യത്തിലും മുങ്ങിയ ഒരു ഭരണകൂടത്തിന് കേരളം നൽകിയ കനത്ത പ്രഹരമാകും മെയ് 4 പുറത്തുവരുന്നത്. CPM-ന്റെ സൈബർ ആക്രമണങ്ങളെയും കുപ്രചരണങ്ങളെയും അതിജീവിച്ച് മാത്യു കുഴൽനാടനും PV അൻവറും സൂചിപ്പിച്ചതുപോലെ ഒരു ജനകീയ സർക്കാർ അധികാരമേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.